മഹാന്മാര് പറഞ്ഞു, അന്നഹാ സ്വലാത്ത് ജല്ലൽ സബബുൽ ലിഹുദൂരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാളിറാവാൻ, അവിടുത്തെ സാന്നിധ്യമുണ്ടാകാൻ കാരണമാണ്. ഏത് സമയത്ത്? ഇൻദ മൗത്തി സ്വാഹിബിഹാ, സ്വലാത്ത് ചെല്ലുന്ന ആള് മരണപ്പെടുന്ന നേരത്ത്, സ്വലാത്ത് ചെല്ലുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് അവന്റെ സമീപത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുളൂർ സാന്നിധ്യമുണ്ടാവാൻ സ്വലാത്ത് കാരണമാണ്. അതേപോലെ തന്നെ അന്നഹ അലാമത്തു ഹുസ്നിൽ ഖാത്തിമ, നിന്റെ അവസാനം നന്നാവാനുള്ള അടയാളമാണ്. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ നീ സ്വലാത്ത് ചൊല്ലുന്നത് കാരണമാണ്. അല വത്തഫഖു അല അന്ന കത്റത സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമാതി ഹുസ്നിൽ ഖാത്തിമ. മഹാനായ യൂസുഫ് നബ്ഹാനി സഅദത്തു ദാറൈനിൽ ഉദ്ധരിച്ചു, ഖാല സയ്യിദ് മഹ്മൂദുൽ ഖുർദി ഫിൽ ബാഖിയാത്തി സ്വാലിഹാത്തി, മഹാനവറുകൾ പറഞ്ഞു, വത്തഫഖു, ഇത്തിഫാഖാണ്, അല അന്ന കസ്റത സ്വലാത്തി, നിസ്കാരം അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത്, വസ്സലാമി, സലാം അധികരിപ്പിക്കലും, അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് മിൻ അലാമാത്തി ഹുസ്നിൽ ഖാത്തിമ, നിന്റെ ഖാത്തിമത്ത് നന്നാവാൻ, നിന്റെ ആഖിബത്ത് നന്നാകാനുള്ള അടയാളങ്ങളിൽ പെട്ടതാണ്. മഹാന്മാര് ചൊല്ലിയല്ലോ, ഇദാ അൻത അക്സർത സ്വലാത്ത അലല്ലദി صلى عليه الله في الآيات وجعلتها وردا عليك محتما لاحت عليك دلائل الخيرات. അല്ലാഹു നമുക്ക് സ്വലാത്ത് എന്നും ചൊല്ലാനും സ്വലാത്ത് വർദ്ധിപ്പിക്കാനും സ്വലാത്ത് പെരുപ്പിക്കുവാനും ആ സ്വലാത്തിൽ ആനന്ദവും അനുഭൂതിയും കണ്ടെത്തുവാനും റബ്ബ് തആല നമുക്ക് മുഴുവനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരത്തിൽ സ്വലാത്തിന്റെ ഒരു അത്ഭുതം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടുമുട്ടി, അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരത്തിനിടയിൽ മകന്റെ കാര്യം ചോദിച്ചു. മകനെ സംബന്ധിച്ച് വിഷമം പറഞ്ഞിരുന്നു. അവൻ മദ്യത്തിനടിമപ്പെട്ടവനായിരുന്നു, ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നു. അവന്റെ മോചനം ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരുന്നു. കാരണം അതിൻ്റെ അടിമയായി ജീവിച്ച അവസ്ഥയായിരുന്നു, വീട്ടിലേക്ക് വരാത്ത അവസ്ഥയായിരുന്നു, നാട്ടിൽ നിന്ന് പുറത്തുപോയ അവസ്ഥയായിരുന്നു, വീട്ടുകാരെ കാണുന്നത് പോലും വെറുപ്പുള്ള അവസ്ഥയായിരുന്നു, വീട്ടുകാര് ബന്ധപ്പെട്ടാൽ തിരിച്ചു ബന്ധപ്പെടാൻ മടി കാണിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ വീടുമായുള്ള കണക്ഷനും ബന്ധവുമൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റു കൂട്ടുകാരോടൊപ്പം ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഹിക്മത്തിലും തന്ത്രത്തിലൊക്കെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി മാന്യനായി. ഇന്ന് പാപ്പ പറയുന്നത് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് ഒന്നാമത്തെ വഖത്തിൽ ഒന്നാമത്തെ തക്ബീർ ചൊല്ലാൻ എന്റെ മകൻ പള്ളിയിലുണ്ട്. അതിന് കാരണം ഞാൻ സ്വലാത്തിന്റെ ഒരു വിപ്ലവം, സ്വലാത്തിന്റെ വിജയമായി ഉദ്ധരിച്ച നമ്മളെ മലപ്പുറത്തെ മഅദീനു സഖാഫത്തിൽ ഇസ്ലാമിയ ആയിരക്കണക്കിന് ആളുകളെ, മദ്യത്തിനടിമപ്പെട്ടവരെ, ലഹരിക്ക് അടിമപ്പെട്ടവരെ, അധാർമിക ജീവിതത്തിൽ ആണ്ടുപോയി അതിൽ ആനന്ദം കണ്ടെത്തിയവരെ അതിൽ നിന്ന് പിടിച്ചുയർത്തി കരകയറ്റി അവരെ നേരിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, സ്നേഹത്തിന്റെ, അള്ളാഹുവിനെ കുറിച്ചുള്ള, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബോധത്തിന്റെ, മഹബത്തിന്റെ
ഈ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. സ്വലാത്തിന്റെ ശക്തി കണ്ടോ നിങ്ങൾ? ഇത് പറയുമ്പോൾ വാപ്പിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു, കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മശായിഹുമാര്, ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ സാദാത്തുക്കള്, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും മഹത്തുക്കളും, അവർക്കൊക്കെ ഇനിയും ഇതുപോലെ ദീനീ ഖിദ്മത്തിന് നീ എല്ലാവിധ തൗഫീഖുകളും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും അവരോടൊപ്പം നീണ്ടകാലം ദീനിന്റെ ഖിദ്മത്തിലായി ചെറിയ ചെറിയ എളിയ എളിയ ഖിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരുടെ, ഉപ്പമാരുടെ, ഉസ്താദുമാരുടെ, മശായിഖുമാരുടെ, ഞങ്ങളെ സാദാത്തുക്കളുടെ എല്ലാവരുടെയും കുരുത്തവും പൊരുത്തവും അവിടെ സന്തോഷങ്ങളും തൃപ്തിയുമൊക്കെ വാങ്ങി അതുവഴി ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ, രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെയും, ഞങ്ങളെ അഹിലുകാര്, ഞങ്ങളെ മക്കൾ, ശിഷ്യ പരമ്പരകൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്.